തോബിത്തിന്റെ പുസ്തകം 14-ാം അധ്യായം 9-ാമത്തെ വാക്യം നോക്കുക. നിനക്ക് ശുഭം ഭവിക്കാൻ നിനക്ക് ശുഭം ഭവിക്കാൻ നിയമവും പ്രമാണങ്ങളും പാലിക്കുകയും നീതിയോടും കരുണയോടും കൂടെ വർത്തിക്കുകയും ചെയ്യുക. ശുഭം ഭവിക്കുക എന്നുള്ളത് നമ്മൾ ഈ ദിവസങ്ങളിലെ ആദ്യ ചൊവ്വാഴ്ചയും അനുദിന ഡെയിലി ബ്രെഡിലുമൊക്കെ നമ്മൾ കാണുന്നതാണ്. പക്ഷേ ഇതൊരു ചെറിയ സബ്ജക്റ്റ് അല്ല. അതായത് എന്താണ് ശുഭം എന്ന് പറയണത്? ദൈവം ഒരു വിഷയത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ആവശ്യപ്പെടുന്നതിനേക്കാളും കൂടുതൽ ദൈവം നൽകുന്നതാണ് ബൈബിളിൽ ശുഭം എന്ന് പറയുന്നത്. ഒരു വിശ്വാസി ദൈവത്തിൻ്റെ ദാനരീതികളെക്കുറിച്ച് മനസ്സിലാക്കണം. ദാനരീതികളെന്ന് പറയുന്നത് നമ്മളുടെ ഒരു ആവശ്യത്തിൻ്റെ പരിമിതികളിലാൽ പരിമിതപ്പെടുത്തുന്നതല്ലത്. ഇപ്പോൾ ഉദാഹരണത്തിന് എപ്പോഴും ദൈവം തരുന്ന കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെന്ത് ചെയ്തത്, നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നത് എപ്പോഴും പിടിച്ചേ ചെയ്യത്തുള്ളൂ. അതാണ് നമുക്ക് വരുന്ന അബദ്ധം. ഞാൻ ഈ പ്രഭാതത്തിൽ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. കാര്യം ദൈവത്തിൻ്റെ മോഡ് ഓഫ് ഗിവിങ്ങും നമ്മളുടെ മോഡ് ഓഫ് പ്രെയറും തമ്മിൽ ദൈവം സമൃദ്ധമായി നൽകി. ഇപ്പോൾ ഉദാഹരണത്തിന് 6:38 എടുത്തേ, ലുക്കായുടെ സുവിശേഷം. കൊടുക്കുവിൻ നിങ്ങൾക്കും കിട്ടും. അതായത് നമ്മുടെ ഭാഗത്ത് നിന്ന് വരേണ്ടത് നോക്കിയേ, കൊടുക്കുവിൻ നിങ്ങൾക്കും കിട്ടും. അമർത്തി കുലുക്കി. ഇതിനെ കുറിച്ചാണ് പറയണത്. നമ്മൾ കൊടുക്കുന്നതിനെ കുറിച്ചാണ് പറയണത്. അത് വിശ്വാസമായാലും പ്രത്യാശയായാലും നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ക്യാഷ് ആൻഡ് കൈൻഡ് നമ്മൾ കൊടുക്കുന്നതിനെ കുറിച്ചാണ് പറയേണ്ടത്. കൊടുക്കുവിൻ. അപ്പോൾ കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. അതെ, അമർത്തി കുലുക്കി. അമർത്തി കുലുക്കി നിറച്ച് അളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടു തരും. എന്ന് വെച്ചാൽ എന്താ പ്രശ്നം വെച്ചാൽ എന്നിട്ട് പിന്നെ പറയുന്ന വാക്കുണ്ട്. എന്താണ്? നിങ്ങൾ അളക്കുന്ന, അത് വചനം വായിച്ച്, നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ. ഇതാണ് വെറുതെ ഇരന്ന് പണിമഴിക്കണേ നമ്മൾ. നിങ്ങൾ അളക്കുന്ന അളവ് കോല് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യും? കുർബാനയ്ക്ക് പോകുമ്പോൾ അച്ഛൻ പ്രസംഗം കഴിഞ്ഞിട്ട് പോകാമെന്ന് വയ്ക്കുക. അപ്പോൾ ദൈവം നിങ്ങളെ കുർബാനയെ അളക്കുകയാണ് അല്ലേ? കുടുംബ പ്രാർത്ഥന നിങ്ങൾ പറയും ഒരു ഗസ്റ്റും ചെല്ലിയാൽ മതി എന്ന് പറയും. അല്ലെങ്കിൽ പറയും നിങ്ങൾ വെളുപ്പിനെ ചെല്ലാമെന്ന് പറയും. അത് നിങ്ങൾ മാറ്റിവെക്കും. നിങ്ങൾ ഇന്ന് എങ്ങനെ ഈ രീതിയിലെത്തിയോ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഇന്ന് ഗതികെട്ട പ്രേതം പോലെ ഇങ്ങനെ നടക്കുകയല്ലേ, ഒന്നും ചെയ്തിട്ട് ശരിയാകണില്ല. എന്താണ്? നിങ്ങൾ ദൈവത്തിന് പണി കൊടുത്ത് ജീവിച്ചിട്ടാണ്. നിങ്ങൾ അളക്കുന്ന അളവ് കോല് കൊണ്ട് തന്നെ കർത്താവ് അളന്നു തരുമെന്ന് പറഞ്ഞില്ലേ? അത് നമ്മൾ അനുവർത്തിക്കുന്ന വചനങ്ങൾക്ക് ആനുപാതികമായിട്ടായിരിക്കും നമ്മുടെ അനുഗ്രഹം വരണത്. അതാണ് ഈ ഉടമ്പടിയുടെ ഒരു അത് മാത്തമാറ്റിക്സ് അതാണ്. അതായത് നിങ്ങൾ അളക്കുന്ന അളവുകോല് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടുമെന്ന് ഈശോ പറഞ്ഞു. അത് ലുക്ക 6:38 അവസാനം പറഞ്ഞതാണ്. പക്ഷെ അത് തന്നെയാണ് ഈ തോബിത്തിൽ പറയണത്. 14:9 പറയണത് എന്താണ്? നിങ്ങൾക്ക് ശുഭം ഭവിക്കാൻ നിങ്ങൾ പ്രമാണങ്ങളെ അനുസരിക്കുക. കർത്താവിൻ്റെ വചനം ഏത് തോതിൽ നമ്മൾക്ക് അതിൻ്റെ ആഴത്തിലും ഉയരത്തിലും നമ്മൾ ജീവിതത്തിൽ പ്രയോഗിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയോ അതിനാനുപാതികമായിരിക്കും നിങ്ങളുടെ ജീവിതം ശുഭമാക്കപ്പെടുക, കൃപയാക്കപ്പെടുക. പ്രൈസ് ദി ലോർഡ്.